ആറാട്ട് എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ് അയാൾ ആറാടുകയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അയാൾ ഫസ്റ്റ് റിവ്യൂ പറഞ്ഞ് അയാൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞു. സത്യമായിരിക്കും. ചേട്ടൻ അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ബ്രോ ഞാൻ റെഡിയാണ്, ബ്രോന് സ്ക്രിപ്റ്റഡ് ആണോ അതോ ഇങ്ങനെ തന്നെയാണോ ആഷിക്ക് നോർമലി? നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇപ്പോൾ എല്ലാവരുമായിട്ട് റൂമൊക്കെ എടുത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ മൂവിയിൽ ഇങ്ങനെ സ്റ്റൺ ക്യാരക്ടറാണ്, ഇത്രയും ഇതാണ് കൊച്ചിയിൽ വെച്ചിട്ട് എൻ്റെ പൊന്നോ ഞാൻ പറഞ്ഞ ഫോണിൽ മാറ്റേ കുട്ടിക്കിനെ ഇഷ്ടപ്പെട്ടു. എന്നെ ഷൂട്ടിന് പുറത്തോട്ടൊക്കെ വിളിക്കുന്നത്, ഓണം ഷൂട്ടുണ്ട് ശരണ്യ വാ നീ മെൻ്റലി നീ ഓക്കെ ആവും, നീ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് മിണ്ടി ഇരിക്കുക. അപ്പം നീ ഉണ്ടായിരുന്നാലും എനിക്ക് കുറേ പേരൊക്കെ ഞാൻ ഈ ഫീൽഡിലാണ് നിൽക്കുന്നത്, മീൻസ് ഈ ഫാഷൻ അതുപോലെ തന്നെ ഇത് ടാറ്റു എപ്പോഴും പറയാം ഡൽഹിയിൽ വരുമ്പോൾ ഈ ദൈവത്തെ കൊടുത്ത് ആ സാധനം വ്ളോഗ് ചെയ്യാനോ ട്രൈ ചെയ്യാനോ നിൽക്കരുത്. അങ്ങനെ കഴിച്ച് പണിയിട്ടുള്ള സമൂഹത്തിനില്ല. അവർ കാണിച്ചു കൊടുക്കുന്ന മോഡുലേഷനാണ് മറ്റു വളർന്നു വരുന്ന സംഭവം വളർന്നു വരുന്നത്. അപ്പോൾ ഇത് അതും ആകുമ്പോഴത്തേക്ക് അവർക്കൊരു പുതുമയായിരുന്നു. അവിടെ ഫേമസ് ആയി. അവിടെ ഫേമസ് ആവാനുള്ള അവിടെ നമ്മൾ ചെയ്ത ഒരു 1 വീക്ക് സത്യത്തിൽ ഉറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. അത്ര പേടിയാണ്, വിറയ്ക്കും. പിന്നെ ഒരാളോട് പറഞ്ഞത് എൻ്റെ വൈഫിനോട് മാത്രം. നടക്കുന്ന ഒരു സംഭവമുണ്ട്. പ്ലെയിൻ പോണില്ലേ? ട്രെയിൻ നടന്നാ പോണത്, നടക്കുന്ന സംഭവം എന്താണെന്ന് അറിയാമോ? ആകാശത്ത് വെച്ച് പ്രത്യേകിച്ച് നടക്കാറില്ലല്ലോ എല്ലാം. നാളും കൂടെയാണ് നമ്മുടെ ഏജ് പോവാണ്. നമ്മൾ പിന്നെ വിചാരിച്ച് അങ്ങനെ എപ്പോഴും പറയും. അപ്പൊ ആദ്യമൊക്കെ ഈ മനുഷ്യരെന്നും ഇങ്ങനെ പറയുന്നത്. എന്റെ പേര് എനിക്ക് ആദ്യം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് അമിത് മോഹൻ രാജേശ്വരി. അമിത് മോഹൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അമിത് മോഹൻ MR എന്ന് പറഞ്ഞാൽ വീണ്ടും മോഹനും കിടക്കുന്നുണ്ട്, രാജേശ്വരിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതില് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനാണ്